ശബരിമലയിലെ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടത് ആചാരപ്രകാരമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ പറയാണ്. SITക്ക് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്, കോൺഗ്രസുകാരനെ കൂടി പ്രതിയാക്കാനുള്ള ഒരു ശ്രമം, അതാണ് വാജിവാഹന വിവാദത്തിന് പിന്നിലെന്നും അജയ് തറയിൽ പറയും. ആചാര ക്രമപ്രകാരം ഞങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിയെ അത് വളച്ച് കൊണ്ടുവന്ന് വലിയൊരു കളവാക്കി മാറ്റി വാജിവാഹനത്തെ ഒരു തൊണ്ടി മുതലാക്കി പോയും SIT രൂപീകരിക്കുന്നുണ്ട്. വാജിവാഹനം തന്ത്രവിധി പ്രകാരം ആചാര്യന് യജമാനൻ കൊടുക്കണമെന്നാണ്. ആചാര്യനായ തന്ത്രിക്ക് യജമാനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് കൊടുത്തു. അതിലൊരു തെറ്റുമില്ല. ഈ SIT ആദ്യം വളരെ സ്മൂത്തായി കൊണ്ടിരിക്കുന്ന SITയെ ആരൊക്കെയോ കൂടി മാനിപ്പുലേറ്റ് ചെയ്യുകയോ അതിനകത്ത് കഴിഞ്ഞ 2 പേരെ ഇൻഡക്ട് ചെയ്തതിനെ കുറിച്ചുള്ള പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ആ വാർത്തകൾ ചെയ്യുന്നു. വിഷ്ണു, ഇന്നലെയും മെലിഞ്ഞാന്നും അജയ് തറയിലെ ചർച്ചയ്ക്ക് വിളിച്ചു. അജയ് തറയിൽ വന്നില്ല, യാത്രയാണെന്നാ പറഞ്ഞത്, സത്യമായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതുണ്ടെങ്കിൽ വിഷ്ണു, ഇത് അജയ് തറയിൽ പെട്ടുപോവോ എന്നൊരു ആശങ്കയിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതിയുടെ ഈ പഴയ റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വരുന്നതും അജയ് തറയിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നു. നേരത്തെ അറിയാമായിരുന്നു എന്നറിയില്ല, അതൊക്കെ നിൽക്കട്ടെ. അജയ് തറയിൽ ആശ്വാസം മനസ്സിലാക്കാം. പക്ഷേ വിഷ്ണു, ഇത് SITക്ക് എന്ത് സംഭവിച്ചു എന്നാണ് പിടികിട്ടാത്തത്. കാര്യം ഹൈക്കോടതിയുടെ ക്രിസ്റ്റൽ ക്ലിയർ പേപ്പറോടെ കിടക്കുമ്പോൾ വാജിവാഹനം തൊണ്ടിയായി പിടിച്ചെടുത്ത് കോടതി കൊണ്ടൊക്കെ വെക്കുക എന്ന് പറഞ്ഞത് ഇവർക്ക് അറിയില്ലായിരുന്നോ ഈ സംഭവം എന്താണ്? അതോ അതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ വിഷ്ണു? ഹാഷ്മി, SIT ആണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരല്പം പ്രതിരോധത്തിലായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ASP കുറിപ്പ് അഡ്വക്കേറ്റ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണിത്. അതിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആചാരപ്രകാരമാണ് ഈ വാജിവാഹനം അത് തന്ത്രിക്ക് കൈമാറിയത്. അത് തന്റെ സാന്നിധ്യത്തിലാണ് കൈമാറിയത്. അത് കോടതിയിൽ അദ്ദേഹത്തിൽ ഇത് കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വിശദമായി നൽകുകയും ദേവസ്വം ബെഞ്ച് ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തു. അത്തരത്തിൽ നിയമപ്രകാരം നൽകിയ ഒരു വസ്തു അത് പിന്നീട് എങ്ങനെയാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT ഒരു തൊണ്ടി മുതലാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമേ അവിടെ അവശേഷിക്കുന്നുണ്ട്. കണ്ഠര് രാജീവരുടെ വീട്ടിൽ നിന്നാണ് ഈ വാജിവാഹനം കണ്ടെത്തിയത്. അത് പക്ഷേ ഒരു തൊണ്ടി മുതലായി കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകുകയും ചെയ്തു. ഇനി അതിന്റെ മെറിറ്റ് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസ് പ്രധാനമായി ആരോപിക്കുന്നത് മാർക്സിസ്റ്റുകാർ പ്രതിയായ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ആളുകളെ പ്രതി ചേർക്കാൻ വേണ്ടി SIT രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉപയോഗിക്കുന്നതെന്നാണ്. ആ ആരോപണത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട്. അതോടുകൂടിയാണ് SIT ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നത്. പക്ഷേ ഇതിൽ SITക്ക് മറ്റ് സാധ്യതയുള്ളത് ഈ വാജിവാഹനം ഒറിജിനലാണോ അതല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് പരിശോധിച്ചത്, അല്ലെങ്കിൽ ഇത് കൈവശം വെച്ചിരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ പറയാം. SIT ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതൊരു തൊണ്ടി മുതലായാണോ അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയാണോ അത് കൈപ്പറ്റിയത് അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. നാളെ ഇക്കാര്യങ്ങളൊക്കെ അവർ ഹൈക്കോടതിയെ അറിയിക്കും. ഹൈക്കോടതി ഈ വിഷയത്തിൽ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലപാട് SITയോട് പറയുമോ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. താൽക്കാലികമായി അജയ് തറയിലിനും അതോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്ന UDFന്റെ ഭരണസമിതിക്കും ഒക്കെ ആശ്വാസമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന കോടതിയുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.